ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. പണ്ടൊരാൾ കാക്കയെ ഛർദ്ദിച്ചു. നാം കേട്ടിട്ടുള്ള കഥയാണ്. കുഞ്ഞമ്മണിയാണ് കഥയിലെ താരം. കുഞ്ഞമ്മണി ഛർദ്ദിച്ചതിൽ എന്തോ കറുത്ത് കിടക്കുന്നു. അല്ല, 3/4 ഭാഗവും കറുത്തത് തന്നെ. അറിഞ്ഞോ, കുഞ്ഞമ്മണി കാക്കയെ ഛർദ്ദിച്ചു. വാർത്ത പലരിലൂടെ കൈമറിഞ്ഞ് സ്ഥിരീകരിക്കപ്പെട്ടു. അത് സത്യമായി മാറി നാടെങ്ങും പരന്നു. പാവം കുഞ്ഞമ്മണി. ലോകം ഇങ്ങനെയാണ്. പൊടിപ്പും തൊങ്ങലും വെച്ച് തെറ്റായിട്ടുള്ള വാർത്തകളെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തുക ചിലർക്കതൊരു ഹോബിയാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളെ തമ്മിൽ അകറ്റുവാനും കുടുംബ ബന്ധങ്ങളെ തകർക്കുവാനും നുണയ്ക്കുള്ള കഴിവ് അപാരം തന്നെയാണ്. ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്, 6 കാര്യങ്ങൾ യഹോവ വെറുക്കുന്നു, 7 കാര്യങ്ങൾ അവന് അറപ്പാകുന്നു. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ളതായ തിരുവചനങ്ങൾ. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. പ്രിയമുള്ളവരെ, ദൈവമക്കൾ എന്ന നിലയിൽ സത്യത്തിന് മാത്രം വില കൽപ്പിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം. ഏതെങ്കിലും ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ അതിൻ്റെ സത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ, അതിൻ്റെ വേരുകൾ തേടിപ്പോകുവാൻ, സത്യം തിരിച്ചറിഞ്ഞ് മാത്രം നാം അതിനോട് പ്രതികരിക്കുവാനായിട്ട് പ്രത്യേകം കരുതിക്കൊള്ളണം. നമ്മൾ കേട്ടതായ മോശമായ ഒരു കാര്യം അത് സത്യമാണെന്നറിയാതെ വിശ്വസിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ ഇടയാകരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ.